നാലാമത്തെ സ്വഭാവം ആദത്തുഹാ കൽ ഹയ്യത്തി, പാമ്പിനെ പോലെയാണ്. സംസാരങ്ങളൊക്കെ നല്ല മയമാർന്ന സംസാരമാണ്, പക്ഷേ ഉള്ളിൽ ഒരു കെണി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരൊറ്റ ഖൈറും വലാ തറാ ലഹു ഖൈറൻ, ഭർത്താവിനൊരു നന്മയും കാണൂല. പാമ്പിനെ തൊട്ടു നോക്കൂ, എന്ത് മിനുസമാണ്. ഉള്ളിലുള്ള വിഷമോ കൊന്നുകളയുന്നതാണ്. ഉള്ളിലൊരു ചതിയുണ്ട്. പാമ്പ് ഇങ്ങനെ വരുമ്പോ കാണാൻ എന്ത് ചൊറുക്കുണ്ട്, ഫോട്ടോ എടുക്കാൻ ആൾക്കാർ മുന്നോട്ട് വരും. അടുക്കാൻ പോകൂല, അത് വേറെ വിഷയം. ചുന്നാണ് തുപ്പിയ കഴിഞ്ഞ്. ഉള്ളിലാണ് ഇതിന്റെ വിഷം. പുറത്ത് വിഷമുണ്ടോ? പുറത്തിങ്ങനെ കാണാൻ എന്തൊരു മിനുസ, മിനുമിനുത്ത ശരീരം, വാക്കൊക്കെ നല്ല വടിവത്ത വാക്ക്. ഉള്ളില് നല്ലൊരു ചതി ഒരുക്കി വെച്ചിരിക്കുകയാണ്, നല്ലൊരു കെണി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ കെണിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ആ കെണി? ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് മുഴുവനും കൊട്ടിയടക്കപ്പെട്ട് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. പുറത്ത് സുബ്ഹാനല്ലാഹ് ഒരു ചെരുപ്പ് കാണുന്നുണ്ട്, ഭർത്താവിന്റെ ചെരുപ്പ് പോലത്തെ ചെരുപ്പ്. ബെല്ലടിച്ച് വാതിൽ തുറക്ക്. പെട്ടുപോയി. വീട്ടിന്റെ ഉള്ളിലുള്ള ആള് ഉള്ളിലുണ്ടല്ലോ. പുറത്ത് കിടക്കാൻ അപ്പോഴേക്ക് ഭർത്താവ് അപ്പുറത്തെ വാതിലിന്റെ പൂട്ട് അപ്പുറത്തുനിന്ന് പുറത്തുനിന്ന് പൂട്ടി. അതിൽ കിടക്കാൻ കഴിയില്ല. പിന്നെ വാർപ്പിന്റെ മേലെ കയറി താഴോട്ട് ചാടണം, ചിലപ്പോൾ ആള് പണിയായി പോകും. അത്ര ധൈര്യം ഈ അവിഹിതനായി വന്ന ആൾക്കുണ്ടാകൂല. വാതിൽ തുറക്കാൻ പറഞ്ഞു, തുറന്നില്ല. ഒറ്റ ചവിട്ടിന് വാതിലങ്ങ് തുറന്നു. തുറന്നു പോയപ്പോ ചതി പുറത്തു വന്നുപോയി. ഭർത്താവിന്റെ സ്വന്തം കിടക്കയിൽ അപരൻ താമസിച്ചു സുഖിക്കുന്നു. ഉള്ളിലൊരു ചതി, പുറത്ത് നല്ല വടിവത്ത വാക്ക്. അത് പാമ്പിന്റെ സ്വഭാവമാണ്. തൊട്ടു നോക്കിയാൽ നല്ല മിനുസാണ്, ഉള്ളില് നല്ല ചതിയുണ്ട്, കൊന്നുകളയുന്ന വിഷമുണ്ട്. വിഷം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കലും പാടില്ല. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അങ്ങനെ ഒരു കെടുതിയിലും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ആ ചതിക്ക് കാരണം എന്തായിരിക്കും സഹോദരങ്ങളെ? ഏതോ പഴയ കാലത്ത് എപ്പോഴോ ഒന്ന് സ്നേഹം എന്ന നിലക്കൊന്ന് തൊട്ടുരുമിയ വാക്ക് കിട്ടിയതായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്പർശനം, അല്ലെങ്കിൽ ഒരു ദർശനം, അല്ലെങ്കിൽ ഒരു കഫയിൽ നിന്ന് ഒരു പായസം കുടിച്ചത്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചത്, അല്ലെങ്കിൽ ഒരുമിച്ചൊരു യാത്ര, ഒരു ഹിസ്റ്ററി ശേഖരിക്കാനുള്ള യാത്രയൊന്നും. പക്ഷെ ശേഖരിച്ച് സ്വന്തം ഹിസ്റ്ററി ആയിപ്പോയിന്ന് മാത്രം. അങ്ങനൊക്കെ വന്ന കേടുകളാണ്. ആ കേടുകളിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം അത് മാറാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചപ്പോ, ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് പാമ്പിനെ പോലെ വിഷം, പുറത്തു പറയുന്നത് നല്ല വടിവത്ത സംസാരം.